യുദ്ധം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ യുദ്ധമില്ലാതെ പ്രശ്നങ്ങൾക്ക് ഒരു സമാധാനപരമായ പരിഹാരം കണ്ടെത്തുക. ഇതാണ് ഒരു നയതന്ത്ര പ്രതിനിധിയുടെ ഏറ്റവും ഉത്തമ ലക്ഷണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഡിപ്ലോമാറ്റ് എന്ന് പറയുന്ന, ഒരു നയതന്ത്ര പ്രതിനിധി എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു ഗവൺമെൻറ്റിലെ ഔദ്യോഗിക പ്രതിനിധിയാണ്. ഒരു എംബസിയുടെ പ്രവർത്തനവും ഒരു നയതന്ത്ര പ്രതിനിധിയുടെ പ്രവർത്തനവും വളരെ വിപുലമാണ്. പിന്നെ പലരും വിചാരിക്കുന്നു ഇതിങ്ങനെ ഒരു ഹൈ ഫ്ലൈയിങ് ആയിട്ട് പാർട്ടികളെല്ലാം പങ്കെടുത്ത് കൈയൊക്കെ കുലുക്കി നടന്നാൽ മതി എന്നുള്ളതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടുപെട്ട് പണിയെടുത്താലേ ഈ ജോലി നന്നായി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. വളരെ ചാലഞ്ചിങ് ആണ്. ഈ ഡിപ്ലോമാറ്റ്സിനെ പറഞ്ഞു വിട്ടു, കാനഡയിൽ നിന്നും ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനെ പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനെ പറഞ്ഞു വിട്ടു എന്നെല്ലാം പറയുന്നത് ആ ബന്ധങ്ങൾ ഏറ്റവും വഷളാവുന്ന ഘട്ടത്തിലാണ്. രാഷ്ട്രീയക്കാർ പലപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ആവേശം കൊള്ളാനായിട്ട് വളരെ ഇമോഷണലായിട്ട് സംസാരിക്കും. പക്ഷെ മറ്റൊരു രാജ്യവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ഇമോഷണൽ ആകാൻ സാധിക്കില്ല. ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും ഒരു ഹിസ്റ്റോറിക്കൽ ഒറിജിൻ ഉള്ള സംഭവമാണ്. ഈ കേരളത്തിൽ സംഭവിച്ചത് ഈ UAE കൺസുലേറ്റിനുണ്ടായിരുന്ന ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ആ UAE കൺസുലേറ്റിലെ ചില ജീവനക്കാർ ദുരുപയോഗം വരുത്തി അത് ഗോൾഡ് സ്മഗ്ലിങ്ങിന് വേണ്ടി അവരുപയോഗിച്ചു. ഞങ്ങളുടെ എല്ലാം എൻ്റെ വ്യക്തിപരമായ പരിചയത്തിൽ എക്സ്പീരിയൻസിൽ പലപ്പോഴും ഈ കബളിപ്പിക്കുന്നത് നമ്മുടെ ആൾക്കാർ തന്നെയാണ്, ഓഫൺ ഫോറിനേഴ്സ് അല്ല. നെതർലൻഡ്സിലെ മുൻ അംബാസഡർ, രാഷ്ട്രപതിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടിരുന്ന ആൾ, കൂടാതെ അധ്യാപകൻ ശ്രീ വേണു രാജമണിയാണ് ക്യൂവിനൊപ്പം ചേരുന്നത്. സ്വാഗതം സാർ. നമസ്കാരം. നയതന്ത്ര പ്രതിനിധിയായി ഇരുന്നയാളാണ്, അംബാസഡറായിരുന്നയാളാണ്. ഈ നയതന്ത്ര പ്രതിനിധി, അംബാസഡർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ജോലികൾ എന്തൊക്കെയാണെന്ന് സാധാരണക്കാർക്ക് അത്ര കൃത്യമായ ഒരു അറിവുള്ള ഒരു മേഖലയല്ല. എന്തൊക്കെയാണ് ഈ നയതന്ത്ര പ്രതിനിധി അല്ലെങ്കിൽ അംബാസഡർ, കോൺസുൽ ജനറൽ എന്നൊക്കെ പറയുന്ന ആളുകൾ ചെയ്യുന്ന ജോലികൾ? അത് സിംപ്ലിസ്റ്റിക്കായിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പലപ്പോഴും ഞാൻ ഉപയോഗിക്കാറുള്ളത് മഹാഭാരതത്തിലെ ഉപമയാണ്. ശ്രീകൃഷ്ണൻ ദൂതിനു പോകുന്നു, പാണ്ഡവർക്ക് വേണ്ടി കൗരവരുടെ അടുത്ത് ചെന്ന് കൗരവരുമായി നെഗോഷിയേറ്റ് ചെയ്യുന്നു. നമുക്ക് യുദ്ധം വേണ്ട, യുദ്ധമില്ലാതെ ഒരു ഒത്തുതീർപ്പാക്കാം, പകുതി കിങ്ഡം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പകുതി അവർക്കും പകുതി നിങ്ങൾക്കും എന്ന് പറയുന്നു. അവർ എഗ്രി ചെയ്യുന്നില്ല. എന്നാൽ പകുതി വേണ്ട, ഓരോരുത്തർക്കും ഓരോ ഗ്രാമമെങ്കിലും നിങ്ങൾ കൊടുക്കൂ എന്നൊരു പൊസിഷൻ വരെ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഒത്തുതീർപ്പുണ്ടാകാതെയാണ് മഹാഭാരത യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ ഒരു നയതന്ത്ര പ്രതിനിധി എന്ത് ചെയ്യുന്നു, എന്താണ് അവരുടെ റോൾ എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം അത് തന്നെയാണ്. യുദ്ധം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ യുദ്ധമില്ലാതെ പ്രശ്നങ്ങൾക്ക് ഒരു സമാധാനപരമായ പരിഹാരം കണ്ടെത്തുക. ഇതാണ് ഒരു നയതന്ത്ര പ്രതിനിധിയുടെ ഏറ്റവും ഉത്തമ ലക്ഷണം. ഇത് ചരിത്രപരമായി ഉടലെടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഡിപ്ലോമസി, നയതന്ത്ര ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അത് ആധുനിക ലോകത്തിന് മുമ്പ് ഒരു മെഡീവൽ കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ വേണ്ടി വന്നാൽ ഏൻഷ്യൻ്റ് പീരീഡിൽ തന്നെ ചൈനയിൽ നിന്നുമെല്ലാം എൻവോയ്സിനെ ചൈനീസ് എംപറർ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ രാജാക്കന്മാർ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് എൻവോയ്സിനെ അയച്ചിട്ടുണ്ട്. അശോകൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ബുദ്ധിസം പ്രചരിപ്പിക്കാനായിട്ട് സ്വന്തം മകനെയും മകളെയും സ്പെഷ്യൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ സ്പെഷ്യൽ എൻവോയ് എന്ന് പറയും, അങ്ങനെ സ്പെഷ്യൽ എൻവോയ്സിനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നീണ്ട ചരിത്രമുള്ള ഒരു പ്രക്രിയയാണ് ഡിപ്ലോമസി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഡിപ്ലോമാറ്റ് എന്ന് പറയുന്ന, ഒരു നയതന്ത്ര പ്രതിനിധി എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു ഗവൺമെൻറ്റിലെ ഔദ്യോഗിക പ്രതിനിധിയാണ്. അംബാസഡറും ഒരു കൺസൽ ജനറലും യഥാർത്ഥത്തിൽ പോകുന്നത് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഒരു കത്തോടു കൂടിയാണ്. ഒരു വിദേശ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ പ്രസിഡൻറ്റിനെ കണ്ട് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഒരു കത്ത് നമ്മൾ കൈമാറുന്നു. ഇതിന് പ്രസൻറ്റിങ് ക്രെഡൻഷ്യൽസ് എന്നാണ് പറയുന്നത്. ആ കത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് പറയുന്നത്, ഈ കത്തിൻ്റെ ഉടമസ്ഥൻ ഞാൻ നിങ്ങളുടെ രാജ്യത്തിൽ നിങ്ങളുടെ രാജ്യവുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രത്യേക ദൗത്യമായി അധികാരപ്പെടുത്തി അയക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ നിങ്ങൾ സ്വീകരിച്ച് എല്ലാവിധ സൗകര്യങ്ങളും നൽകി ഇന്ത്യയും നിങ്ങളുടെ രാജ്യവും തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനായി പ്രവർത്തിക്കണം
എന്നുള്ളതാണ്. അപ്പോൾ ഈ എംബസി കൺസുലേറ്റ് എന്നൊക്കെ പറയുന്നത് ഈ അംബാസിഡറിൻ്റെയും കൺസുൽ ജനറലിൻ്റെയും ചുറ്റും ഉടലെടുക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രസിഡന്റിൻ്റെ നേരിട്ടുള്ള പ്രതിനിധിയാണ് അംബാസിഡറും കൺസുൽ ജനറലും. ബാക്കി എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കാനായി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബന്ധങ്ങളുടെ എല്ലാ വശങ്ങളും അദ്ദേഹത്തിൻ്റെ റോളിൻ്റെ ഭാഗമാകും. ഞങ്ങൾ സാധാരണ എംബസികളിൽ തരംതിരിക്കുന്നത് ഏറ്റവും പ്രധാനം ഒരു പൊളിറ്റിക്കൽ സെക്ഷൻ ഉണ്ടാവും. പൊളിറ്റിക്കൽ സെക്ഷൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏത് രാജ്യത്തിലാണോ ആ രാജ്യവുമായി രാഷ്ട്രീയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക. രാഷ്ട്രീയ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഇടയിൽ, മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിൻ്റെയും ഇടയിൽ, ഒഫീഷ്യൽസിൻ്റെയും ഇടയിൽ, ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സെക്ഷൻ്റെ ഭാഗം. അതുകൂടാതെ ആ രാജ്യത്ത് ഇന്ത്യയെക്കുറിച്ച് അറിവ് നൽകുക, ആ രാജ്യത്തിൽ ഇന്ത്യയെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ തിരുത്തുക, വ്യാപകമായി അവരുടെ സമൂഹത്തിൽ ഇന്ത്യയെക്കുറിച്ചുള്ള അറിവ് വളർത്തുക എന്നതെല്ലാം കൂടി ഒരു എംബസിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത് പൊളിറ്റിക്കൽ സെക്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതാണ് ഒരു പ്രധാനപ്പെട്ട വിങ്. അത് കഴിഞ്ഞാൽ ഇക്കണോമിക് ആൻഡ് കമേഴ്ഷ്യൽ വിങ് ഉണ്ടാവും. ഇക്കണോമിക് ആൻഡ് കമേഴ്ഷ്യൽ ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് വാണിജ്യ ബന്ധങ്ങൾ വളർത്തുക, നമ്മുടെ രാജ്യത്തു നിന്നുള്ള അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളെ സഹായിക്കുക, അവിടെ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇന്ത്യയിലേക്ക് ആകർഷിക്കുക. അതുപോലെ സർവീസസിൻ്റെ രംഗത്ത് നമ്മുടെ ആൾക്കാർ അവിടെ പോയി പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബിസിനസ്സുകാർ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഇക്കണോമിക് ആൻഡ് കമേഴ്ഷ്യൽ വിങ് കഴിഞ്ഞാൽ സാധാരണ ഇൻഫർമേഷൻ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നൊരു വിങ് ഉണ്ടാവാറുണ്ട്. അവരുടെ ജോലി എന്ന് പറയുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ വ്യാപകമായി ആ രാജ്യത്ത് പ്രചരിപ്പിക്കുക, ആ രാജ്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തിരിച്ച് ഇന്ത്യയിലേക്ക് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ റിപ്പോർട്ട് ചെയ്യുകയും പിന്നെ കൾച്ചറൽ എക്സ്ചേഞ്ചസ് നടത്തുക. അവിടെ തന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് പല വിധത്തിൽ നടത്തുക. പല സ്ഥലങ്ങളിലും കൾച്ചറൽ സെൻറ്റേഴ്സ് ICCR മുഖേന സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകുക, അവരുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുക, നമ്മുടെ സാഹിത്യത്തെക്കുറിച്ച്, നമ്മുടെ കവിതയെക്കുറിച്ച്, നമ്മുടെ നൃത്തശൈലികളെക്കുറിച്ച്, നാടകശൈലികളെക്കുറിച്ച്, നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് വേണ്ട, നമ്മുടെ ബോളിവുഡും മറ്റ് ഇന്ത്യൻ സിനിമ ഓരോ റീജിയണൽ സിനിമകളായിരുന്നാലും അതാത് രാജ്യങ്ങളുടെ പ്രത്യേക സാഹചര്യം നോക്കി ഇതെല്ലാം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് വളരെ വിപുലമായ ഒരു മേഖലയാണ്. വളരെ, ഞാൻ പറഞ്ഞു തീർന്നില്ല. മിലിറ്ററി മേഖലയുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയുണ്ട്. ഏറ്റവും പ്രധാനം കൺസുലർ പാസ്പോർട്ട് ആൻഡ് വീസ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവുന്നുണ്ട്. കൺസുലർ പാസ്പോർട്ട് ആൻഡ് വീസയാണ് പാസ്പോർട്ടും വീസയും സംബന്ധമായ എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഇപ്പോൾ ഗൾഫ് പോലെ രാജ്യങ്ങളിൽ ഒരുപാട് ഇന്ത്യക്കാർ ജയിലിലുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ, അവരെ മോചിതരാക്കാൻ പറ്റുമോ, തിരിച്ച് ഇന്ത്യയിലേക്ക് എങ്ങനെ അയക്കും, അല്ലെങ്കിൽ പലപ്പോഴും ഇല്ലീഗൽസ്, ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ കണ്ടിരുന്നു, ഇല്ലീഗൽസിനെ അവിടുത്തെ രാജ്യം കണ്ടുപിടിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരുമായി അത് കോർഡിനേറ്റ് ചെയ്യുക. ഇല്ലീഗൽസ് ആരെങ്കിലും കണ്ടാൽ അവരെ ഒന്നുകിൽ ഉടനെ തന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് അയക്കുക, അല്ലെങ്കിൽ നിയമപരമായി പെർമിറ്റഡ് ആണെങ്കിൽ അവർക്ക് വേണ്ട ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് നൽകുക. പിന്നെ ഇല്ലീഗൽ ട്രാഫിക്കിങ്ങിൽ പെടുന്ന സ്ത്രീകളെ സഹായിക്കുക. അങ്ങനെ ഒരു എംബസിയുടെ പ്രവർത്തനവും ഒരു നയതന്ത്ര പ്രതിനിധിയുടെ പ്രവർത്തനവും വളരെ വിപുലമാണ്. ഇത് പുറമേ നിന്ന് നോക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ പലരും വിചാരിക്കുന്നു ഇതിങ്ങനെ ഒരു ഹൈ ഫ്ലൈയിങ് ആയിട്ട് പാർട്ടികളെല്ലാം പങ്കെടുത്ത് കൈയൊക്കെ കുലുക്കി നടന്നാൽ മതി എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മളൊരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തെക്കുറിച്ച് പഠിക്കണം, അവരുടെ ഭാഷ പഠിക്കണം, അവരുടെ സംസ്കാരം പഠിക്കണം. ഒരു പരിചയമില്ലാത്ത ആൾക്കാരുമായി പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിച്ചെടുക്കണം. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവരെ പെർസുവേഡ് ചെയ്യണം, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. അതുപോലെ ആ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യക്കാരെ അറിയിക്കുക, ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അറിയിക്കുക. അപ്പോൾ ഒരുപാട് പഠനം, ഒരുപാട് ഗവേഷണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടുപെട്ട് പണിയെടുത്താലേ ഈ ജോലി നന്നായി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. വളരെ ചാലഞ്ചിങ് ആണ്, ഒരുപാട് ഹാർഡ് വർക്ക് വേണം.
ഇതിനുള്ളിൽ ഒരു പത്രപ്രവർത്തകൻ്റെ റോൾ അടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തിരിച്ച് ഇന്ത്യൻ ഗവൺമെൻറ്റിന് അയക്കണം. ഒരു അഭിഭാഷകൻ്റെ റോൾ അടങ്ങിയിരിക്കുന്നു. അവരെ പെർസുവേഡ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് നമ്മുടെ വശത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഒരു അധ്യാപകൻ്റെ റോൾ അടങ്ങിയിരിക്കുന്നു. അവരെ നമുക്ക് പഠിപ്പിക്കുവാൻ സാധിക്കണം ഇന്ത്യയെക്കുറിച്ച്. അവർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്നതിൽ ഒരു ഗവേഷകൻ്റെ റോൾ അടങ്ങിയിരിക്കുന്നു. അങ്ങനെ പല വ്യത്യസ്തമായ പ്രൊഫഷൻസിൻ്റെ ഒരു സമ്മിശ്ര രൂപമാണ് ഒരു നയതന്ത്ര പ്രതിനിധി. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പാലം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പാലം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു പാലം, ഒരു ശക്തമായിട്ടുള്ള പാലം. യഥാർത്ഥത്തിൽ ചിലപ്പോൾ എല്ലാം ഈ ഡിപ്ലോമാറ്റ്സിനെ പറഞ്ഞു വിട്ടു, കാനഡയിൽ നിന്നും ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനെ പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനെ പറഞ്ഞു വിട്ടു എന്നെല്ലാം പറയുന്നത് ആ ബന്ധങ്ങൾ ഏറ്റവും വഷളാവുന്ന ഘട്ടത്തിലാണ്. യഥാർത്ഥത്തിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ പോലും എംബസികളും നയതന്ത്ര പ്രതിനിധികളും തുടരുകയും അവരുടെ ചർച്ചകൾ അവർ തുടരുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒരു യുദ്ധം ഉണ്ടായാലും ആ യുദ്ധം അവസാനിച്ചാലും അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നയതന്ത്ര പ്രതിനിധികൾ സംസാരിച്ചാലേ പറ്റുള്ളൂ. റഷ്യ യുക്രൈൻ എടുത്തു നോക്കൂ. റഷ്യ യുക്രൈൻ്റെ യുദ്ധം നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് ഇടപെടുന്നു, പുടിൻ ഇടപെടുന്നു, സെലൻസ്കി പോയി കാണുന്നു. ഇതിലൂടെ എല്ലാം നയതന്ത്ര പ്രതിനിധികൾക്ക് ഒരു റോളുണ്ട്. അവരാണ് പിന്നണിയിൽ ഇവർക്ക് വേണ്ടി ചർച്ചകൾ നടത്തുന്നത്, പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും, വീണ്ടും പൊട്ടിപ്പുറപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ഗാസ തന്നെ എടുക്കൂ. ഗാസയിലെ ജനങ്ങൾക്ക് വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും ഹമാസിൻ്റെ പ്രതിനിധികൾ ഖത്തറിൽ അമേരിക്കയുടെയും ഖത്തറിൻ്റെയും മറ്റു രാജ്യങ്ങളുടെയും ഇടപെടലിലൂടെ ഇസ്രയേലുമായി സംസാരിച്ച് ആദ്യഘട്ട സീസ് ഫയറിൽ വന്നെത്തി. അപ്പോൾ ഇതെല്ലാം നയതന്ത്ര പ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ വളരെ സമ്മർദ്ദമേറിയതും അതേസമയം ഒരു സംയമനം വേണ്ടതുമായിട്ടുള്ള ഒരു ജോലിയാണ്. ഇപ്പോൾ നമ്മൾ ഈ സെലൻസ്കിയും ട്രംപുമായിട്ടുള്ള ആ ഒരു ചർച്ചയിൽ, ആ ഒരു സംസാരത്തിൽ, ഇടയ്ക്ക് ആ പൊട്ടിത്തെറി ഉണ്ടായ ആ ഒരു സംസാരത്തിൽ യുക്രൈൻ അംബാസഡറുടെ മുഖം നമുക്ക് കാണാം. വളരെ സമ്മർദ്ദത്തിൽ, ടെൻഷനോടെ ഇരിക്കുന്ന ആ അംബാസഡർ. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ നയതന്ത്ര പ്രതിനിധികൾ കൈകാര്യം ചെയ്യുന്നത്? തീർച്ചയായും നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇതുപോലെ സന്ദർഭങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ്, ഒരു ട്രെയിനിങ് ആണ്. പലപ്പോഴും നമ്മൾ പറയുന്നത് വി മസ്റ്റ് സെപ്പറേറ്റ് ദ പേഴ്സൺ ഫ്രം ദി ഇഷ്യൂ എന്നുള്ളതാണ്. അവിടുത്തെ ഇഷ്യൂ എന്താണ്? യുക്രൈനെ റഷ്യ ആക്രമിച്ചു. ആ ആക്രമണത്തിന് ഒരു അവസാനം കണ്ടെത്തണം, ഒരു സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തണം. ആ പരിഹാരത്തിലൂടെ യുക്രൈന് തീരാ നഷ്ടമുണ്ടാകരുത്, ഭാവിയിൽ വീണ്ടും ഒരു യുദ്ധം തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. ഇതൊക്കെയാണ് ഇഷ്യൂസ്, ഇൻട്രസ്റ്റ്. പക്ഷെ പലപ്പോഴും സെലൻസ്കി ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നും വന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന് വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം കണ്ടാൽ. അപ്പോൾ ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ആ ഇമോഷൻസ് അടക്കി പിടിക്കാൻ സാധിച്ചില്ല. രാഷ്ട്രീയക്കാർ പലപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ആവേശം കൊള്ളാനായിട്ട് വളരെ ഇമോഷണലായിട്ട് സംസാരിക്കും. പക്ഷെ മറ്റൊരു രാജ്യവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ഇമോഷണൽ ആകാൻ സാധിക്കില്ല. ട്രംപിനെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അദ്ദേഹം പറയുന്നതിനോട് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും സംയമനം നിലനിർത്തിക്കൊണ്ട് എത്ര പ്രൊവക്കേഷൻ ഉണ്ടായാലും അതിനോട് പ്രതികരിക്കാതെ നമ്മുടെ നിലപാട് അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും എങ്ങനെ അവരെ നമ്മുടെ വ്യൂസിലേക്ക്, അവരുടെ എഗ്രീമെൻ്റ് കൊണ്ടുവരിക, നമ്മുടെ അഭിപ്രായങ്ങൾ അവർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കണം ഒരു നയതന്ത്ര പ്രതിനിധിയുടെ എല്ലാ ശ്രമങ്ങളും. അപ്പോൾ അതിൽ ആ ഒരു ഘട്ടത്തിൽ സെലൻസ്കി അതിൽ പരാജയപ്പെട്ടു. ഇവർ പ്രൊവക്കേഷൻ ഉണ്ടായിരുന്നു ട്രംപിൽ നിന്നും, JD വാൻസിൽ നിന്നും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ ഒരു ഈ പരാജയം കാരണം ബന്ധങ്ങൾ കുറച്ചുകൂടെ വഷളായി. അപ്പോൾ ആ ഒരു വിഷമമാണ് നമ്മൾ യുക്രൈൻ അംബാസഡറുടെ മുഖത്ത് കണ്ടത് ടെലിവിഷനിലൂടെ. ഇപ്പോൾ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്നൊരു വാക്കുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു യുദ്ധമുണ്ടായാൽ ശത്രുരാജ്യത്തും നയതന്ത്ര പ്രതിനിധിയുടെ സാന്നിധ്യം ഉണ്ടാകും, അവർക്ക് ഒരു പരിരക്ഷയും ഉണ്ടാകും. ഈ ഒരു പ്രയോഗമൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു പദമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്, കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ശരിക്കും ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും ഒരു ഹിസ്റ്റോറിക്കൽ ഒറിജിൻ ഉള്ള സംഭവമാണ്. നമ്മുടെ പഴയ കഥകൾ, മഹാഭാരതം അല്ലെങ്കിൽ രാമായണത്തിൽ ഹനുമാൻ ലങ്കയിൽ ചെന്ന്
സീതയെ കണ്ട ശേഷം രാവണൻ്റെ സോൾജേഴ്സ് ഹനുമാനെ പിടിച്ച് രാവണൻ്റെ മുൻപാകെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഹനുമാൻ പറയുന്നു, ഞാൻ ശ്രീരാമൻ്റെ പ്രതിനിധിയാണ്, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നാണ് ഹനുമാൻ പറയുന്നത്. അതുപോലെ ആദ്യകാലങ്ങളിൽ എന്ന് ഒരു രാജ്യം ഔദ്യോഗികമായി എൻവോയ്സിന് മറ്റൊരു രാജ്യത്തേക്ക് അയക്കുന്നു, അല്ലെങ്കിൽ എന്ന് ഈ ഡിപ്ലോമാറ്റ്സ് ഉണ്ടായി തുടങ്ങിയോ, അന്ന് തൊട്ട് ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റിയുടെ അർത്ഥം എന്താണ്? ചിലപ്പോൾ നമ്മളൊരു യുദ്ധം, ഒരു രാജ്യവും മറ്റൊരു രാജ്യവും യുദ്ധം ചെയ്യാൻ ഉള്ള ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റ് മറ്റേ രാജ്യത്തിനോട് ചെന്ന് പറയുന്നു, ഇതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം തുടങ്ങും. അല്ലെങ്കിൽ നേരെ മറിച്ച് അവർ പറയുന്നു, മിസ്റ്റർ അംബാസിഡർ അല്ലെങ്കിൽ മിസ്റ്റർ എൻവോയ്, നിങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം തുടങ്ങും. അപ്പോൾ ആ ചർച്ച നടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ചെന്ന് ചർച്ച ചെയ്യുന്ന ആ വ്യക്തിക്ക് ജീവിതത്തിന് അപകടം ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹത്തിന് സ്വതന്ത്രമായി അവിടെ പ്രവേശിക്കുകയും അവിടെ നിന്നും ലഭിച്ച സന്ദേശം അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ തിരിച്ച് സ്വന്തം രാജ്യത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ തലവനോട് റിപ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അപ്പോൾ അതിനാണ് ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് ചരിത്രത്തിൽ അവിടെ നിന്നും തുടങ്ങി ചരിത്രത്തിലൂടെ ഡെവലപ്പ് ചെയ്ത് റിഫൈൻ ചെയ്ത് ഇന്ന് ഒരു 1956 വിയന്ന കൺവെൻഷൻ ഉണ്ട്. ലോകത്തുള്ള എല്ലാ പ്രധാന രാജ്യങ്ങളും കൂടി വന്ന് ചർച്ച ചെയ്ത് ഒപ്പിട്ട ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ് ഈ വിയന്ന കൺവെൻഷൻ. അതിൽ ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റീസ് ഓഫ് ഡിപ്ലോമാറ്റ്സ് ആൻഡ് കൺസുലർ ഏജൻസ് എന്ന് പറഞ്ഞ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പെർമിറ്റ് ചെയ്യാം, എന്തൊക്കെ പെർമിറ്റ് ചെയ്യാൻ പാടില്ല. ഈ ഡിപ്ലോമാറ്റിക് വിയന്ന കൺവെൻഷൻ അനുവദിക്കുന്ന ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റീസിൻ്റെ ഒരു ഭാഗമാണ് ഒരു എംബസി ഇന്ത്യയിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് അയക്കുന്ന സന്ദേശങ്ങൾ, അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്നും എംബസിയിലേക്ക് വരുന്ന സന്ദേശങ്ങൾ, അത് ആ ഹോസ്റ്റ് ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല. അത് പ്രൈവറ്റാണ്, അത് കോൺഫിഡൻഷ്യലാണ്. അതിലേക്ക് അവർ അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ തുടരാനായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം എന്നുള്ളത് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇന്ന് ടെലികമ്മ്യൂണിക്കേഷൻസൊക്കെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. ബട്ട് ആദ്യകാലങ്ങളിൽ കത്ത് എഴുതി ഈ കത്തുകൾ ഒരു ഡിപ്ലോമാറ്റിക് ബാഗിലിട്ട് ഈ ഡിപ്ലോമാറ്റിക് ബാഗ് ഫിസിക്കലായിട്ട് ഒരു കൊറിയർ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് തുറന്ന് വായിച്ചാണ് ഇതുപോലത്തെ കമ്മ്യൂണിക്കേഷൻസ് നടന്നിരുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ സംഭവിച്ചത് എന്താണ്? ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. വിയന്ന കൺവെൻഷൻ്റെ ഭാഗമായിട്ട് തന്നെ എന്നാൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റീസ് അതാത് രാജ്യങ്ങളുടെ നിയമം ലംഘിക്കാനായി ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഇത് ഡിപ്ലോമാറ്റ്സിന് അവരുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്താൻ വേണ്ടി അനുവദിക്കുന്ന ഒരു പ്രിവിലേജാണ്. പക്ഷെ അത് നമുക്ക് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം പാടില്ല. അതിനകത്ത് ഡ്രഗ്സ് സ്മഗിൾ ചെയ്യാൻ പറ്റില്ല, ഡിപ്ലോമാറ്റിക് ബാഗാണെന്ന് പറഞ്ഞ്. ഗൺസും അമ്യൂണിഷനും ഡൈനമൈറ്റും ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഈ സ്മഗ്ലിംഗ് കേസും ഡിപ്ലോമാറ്റിക് കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ബന്ധം. ഈ കേരളത്തിൽ സംഭവിച്ചത്, ഈ UAE കൺസുലേറ്റിനുണ്ടായിരുന്ന ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ആ UAE കൺസുലേറ്റിലെ ചില ജീവനക്കാർ ദുരുപയോഗം വരുത്തി അത് ഗോൾഡ് സ്മഗ്ലിങ്ങിന് വേണ്ടി അവരുപയോഗിച്ചു. അപ്പോൾ അത് തികച്ചും തെറ്റാണ്, ഇന്ത്യൻ നിയമങ്ങളുടെ ലംഘനമാണ്. അതിൽ ഇടപെടാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. എന്നാൽ സാധാരണ ഇതുപോലെ ഇഷ്യൂസ് എല്ലാം വരുമ്പോൾ അതാത് ഗവൺമെൻറ്റ്സും പ്രത്യേകിച്ചും ഈ ഡിപ്ലോമാറ്റിക് സ്റ്റേറ്റസ് ഉള്ള ഓഫീഷ്യൽസ്, അതായത് അവിടുത്തെ കൺസുൽ ജനറൽ, അപ്പോൾ അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ആ വിഷയം നിങ്ങൾ ഞങ്ങളെ അറിയിക്കൂ, അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ഞങ്ങൾ അവരെ പ്രോസിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് ഒരു പൊതുവായ അണ്ടർസ്റ്റാൻഡിങ്. പലപ്പോഴും വിദേശ രാജ്യത്തുള്ള ഒരു ഡിപ്ലോമാറ്റ് ഒരു ട്രാഫിക് വയലേഷൻ നടത്തി ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിലെല്ലാം ചിലപ്പോൾ ഹോസ്റ്റ് ഗവൺമെൻറ് പറയും, ഞങ്ങൾ തന്നെ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യും, ഞങ്ങളുടെ നിയമങ്ങൾ ലംഘിച്ചു. അപ്പോൾ വേണമെങ്കിൽ ഏത് രാജ്യമാണോ അദ്ദേഹത്തെ അയച്ചത് അവർക്ക് അനുവാദം കൊടുക്കാം, നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്തോളൂ, അയാൾ ചെയ്തത് തെറ്റാണെന്ന് പറയാം. അല്ലെങ്കിൽ അവർക്ക് പറയാം, ഞങ്ങൾ അയാളെ തിരിച്ചു വിളിക്കുന്നു ഉടനെ, നിങ്ങൾ അവിടെ നടന്ന സംഭവത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞങ്ങൾക്ക് തരും, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അയാൾക്കെതിരെ വേണ്ട നടപടികൾ ഞങ്ങളുടെ നിയമപ്രകാരം ഞങ്ങൾ എടുക്കാം എന്നുള്ളതാണ്. അതാണ് ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുടെ ഒരു കൺസെപ്റ്റ്.
ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേഷൻ, വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ വലിയ തോതിൽ നടന്നു വരുന്നുണ്ട്. നമുക്കറിയാം ഈ വിദ്യാർത്ഥികൾ പലപ്പോഴും മറ്റു രാജ്യങ്ങളിൽ കബളിപ്പിക്കപ്പെടുന്നുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നതിനായി നമുക്ക് എന്തെങ്കിലും കൃത്യമായ ഒരു മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഒരു കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ അംബാസഡർ ഓഫീസുമായി ബന്ധപ്പെട്ടോ ഒക്കെ നിലവിലുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടോ? തീർച്ചയായും എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും വിദേശ രാജ്യങ്ങളിലുള്ള വെൽഫെയർ ഇന്ത്യൻ ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. ഇന്ത്യൻ കൺസുലേറ്റിൻ്റെയും എംബസിയുടെയും ഉത്തരവാദിത്വമാണ്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നാൽ എഡ്യൂക്കേഷൻ രംഗത്ത് കബളിപ്പെടുക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം, ഗൾഫിലെല്ലാം തൊഴിൽ വേതനങ്ങൾ ലഭിക്കുന്നില്ല, ചിലരെ സ്ലേവ് ലേബർ, നമ്മൾ ആടുജീവിതം എന്ന സിനിമ കണ്ടാണ്, സ്ലേവ് ലേബറായി ഉപയോഗിക്കുന്നു എന്ന ആരോപണങ്ങൾ വരുന്നു. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, സ്ത്രീകളെ ജോലി തരാമെന്ന് അവിടെ കൊണ്ടുപോയി വേശ്യാവൃത്തിയിലേക്ക് തള്ളിക്കയറ്റുന്നു. ഇതെല്ലാം തീർച്ചയായും എംബസിയുടെ കൂടി ഉത്തരവാദിത്വമാണ്. എംബസിക്ക് ആകുന്ന വിധത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. എന്നാൽ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എംബസി സ്വയം ഒരു പോലീസ് ഫോഴ്സോ ഇൻവെസ്റ്റിഗേഷൻ ഫോഴ്സോ മിലിറ്ററിയോ ആർമിയോ ഉള്ള ഒരു സ്ഥാപനമല്ല. എംബസി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാലമാണ്. അതെ. അപ്പോൾ എംബസിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആ ഹോസ്റ്റ് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും അവരുടെ ഏജൻസീസിലൂടെ ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ തിരിച്ച് ഇന്ത്യൻ ഗവൺമെൻറ്റിനെയും നമ്മുടെ ഏതൊക്കെ സംസ്ഥാന ഗവൺമെൻറ് ഇൻവോൾവ് ആണോ അവരെ അറിയിക്കുകയും അവരിലൂടെ വേണ്ടപ്പെട്ട ആക്ഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങളുടെ എല്ലാം എൻ്റെ വ്യക്തിപരമായ പരിചയത്തിൽ, എക്സ്പീരിയൻസിൽ പലപ്പോഴും ഈ കബളിപ്പിക്കുന്നത് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. ഓഫൺ ഫോറിനേഴ്സ് അല്ല, ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരെ കബളിപ്പിക്കുന്നത്. ട്രാഫിക്കിങ്ങിൻ്റെ ഏറ്റവും പ്രധാന ഉത്തരവാദികൾ ഇന്ത്യക്കകത്തുള്ള ഏജൻസാണ്. അപ്പോൾ അവർക്കെതിരെ ആക്ഷൻ എടുക്കണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുമാണ് നടപടികൾ എടുക്കേണ്ടത്. ഞാൻ മറ്റൊരു ഉദാഹരണം നൽകാൻ സാധിക്കുന്നത്, ഞാൻ 2007 മുതൽ 10 വരെയാണ് ദുബായിൽ കൺസൽ ജനറലായി പ്രവർത്തിച്ചിരുന്നത്. ഞാൻ ആദ്യമായി ചെന്നപ്പോൾ തന്നെ ഒരു വലിയൊരു സ്ത്രീ കൺസുലേറ്റിൻ്റെ നടയ്ക്ക് അഭയം തേടി വന്നു. ഇങ്ങനെ ഒരു ട്രാഫിക്കിംഗ് റിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. ഞങ്ങൾ അവിടെ ഗവൺമെൻറ് റൂൾസിൽ ഒരു എംബസിക്ക് സ്ത്രീകൾക്ക് വേണ്ടി ഒരു അഭയ കേന്ദ്രം നടത്താനൊന്നും പ്രൊവിഷൻസ് ഇല്ല, അനുവാദമില്ല. അത് ഞങ്ങളുടെ എക്സ്പെർട്ടീസുമല്ല. എന്നാൽ ആ സാഹചര്യങ്ങളിൽ അതാണ് വേണ്ട റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ അവിടെ അടുത്തൊരു ഫ്ലാറ്റ് എടുത്ത് പ്രായമായൊരു സ്ത്രീ അതിൻ്റെ കെയർടേക്കറായി അപ്പോയിൻറ്റ് ചെയ്ത്, ഇതുപോലെ എന്തെങ്കിലും, ചിലപ്പോൾ ട്രാഫിക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ ദാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം വീട് വിട്ട് ഇറങ്ങി വന്ന സ്ത്രീകളുണ്ടാവാം, ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട് പെർമിഷൻസ് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാവാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്ത്രീകളുണ്ടാവും. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹുമാന്യനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആഭ്യന്തരമന്ത്രിയും ടൂറിസം മന്ത്രിയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ദുബായിൽ ഒരു ടൂറിസം കോൺഫറൻസിൽ പങ്കെടുക്കാനായി വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരുപാട് മലയാളികൾ, നമ്മളെല്ലാവരും വിദ്യാസമ്പന്നരാണ്, ഒരുപാട് അറിവുള്ള വ്യക്തികളാണ് എന്നെല്ലാം നമുക്കൊരു ധാരണയുണ്ട്. എങ്കിലും ഒരുപാട് സ്ത്രീകൾ ട്രാഫിക്കിങ്ങിന് ഇരയായി അവിടെ ദുബായിൽ വന്ന് പെടുന്ന അനുഭവമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൺസുലേറ്റിലേക്ക് വിളിച്ച് ഞങ്ങളുടെ ഷെൽട്ടർ, വിമൻ ഷെൽട്ടറിലുണ്ടായിരുന്ന എല്ലാ സ്ത്രീകളെയും വിളിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി അവരുടെ കഥകളെല്ലാം അദ്ദേഹം കേട്ട് ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഒരു ഉത്തരവ് ഇട്ടു. ഇങ്ങനെ കൺസുലേറ്റോ എംബസിയോ അറിയിച്ച ഏതെങ്കിലും ഒരു സ്ത്രീ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ വനിതാ പോലീസ് പോയി എയർപോർട്ടിൽ റിസീവ് ചെയ്ത് അവരുടെ ഗ്രാമത്തിൽ എവിടെയാണോ അവർ ജീവിക്കുന്നത് അവരുടെ വീട്ടിൽ എത്തിക്കുന്നത് വരെ അവർ കൂടെ ഉണ്ടാകണം എന്നൊരു നിർദ്ദേശം നടത്തി. ഇതിനൊരു കാരണം എന്ന് പറയുന്നത്, അന്നത്തെ കാലത്ത് ഉമ്മൻചാണ്ടി പല സ്ഥലത്തും പറഞ്ഞ ഒരു അനുഭവമുണ്ട്. ഉമ്മൻചാണ്ടി ഇതുപോലെ ആരോ ഒരു സ്ത്രീയെ രക്ഷിച്ച് കേരളത്തിലേക്ക് അയച്ചു. ഒരാഴ്ചക്കുള്ളിൽ അതേ സ്ത്രീ വീണ്ടും അതേ രാജ്യത്തിൽ ചെന്നെത്തി. ഈ ഏജൻസ്, ഈ ടൗട്ട്സ് എന്നൊക്കെ പറയുന്നവർ, അവരും മിടുക്കരാണ്, അവരിതൊക്കെ കാണുന്നുണ്ട്, അവരറിയുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ തിരിച്ചു വരുമ്പോൾ ഉടനെ തന്നെ അവരെ പിടിച്ച അടുത്ത ഫ്ലൈറ്റിൽ വീണ്ടും പറഞ്ഞു വിട്ടു എന്നും ഉള്ള സംഭവം നടക്കാം. പിന്നെ പലപ്പോഴും ആർക്കും പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല ഈ ഞാനൊരു ട്രാഫിക്കിങ്ങിന് ഇരയായി എന്നുള്ളത്.
ഒരു വിധത്തിൽ നോക്കിയാൽ ഒരുപാട് പണം മുടക്കി ആയിരിക്കും ചിലപ്പോൾ അവർ പുറത്തു പോയത്. ഒരു നാണക്കേടാണ്, അവരൊരു വിഡ്ഢിയായിരുന്നു, ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് പെട്ടു എന്നുള്ളത്. വീട്ടുകാരുടെ അറിഞ്ഞാൽ വീട്ടുകാർ എന്താ വിചാരിക്കും എന്നൊരു ഭയമുണ്ട്. പിന്നെ ട്രാഫിക്കിംഗ് പോലെ അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചീത്ത പേരായി നാളെ കല്യാണം നടക്കുമോ, അങ്ങനത്തെ സാമൂഹിക ചോദ്യങ്ങളെല്ലാം ഉയരുന്നു. അതുകൊണ്ട് പലപ്പോഴും ട്രാഫിക്കിങ്ങിൻ്റെ വിക്ടിംസ് തന്നെ പുറത്തേക്ക് ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ അവർ പുറത്തു വന്ന് ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ സഹായം തേടുകയുള്ളൂ. ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ സഹായം തേടിയാലും അവർക്ക് ഇഫക്റ്റീവായിട്ട് അവരുടെ വീട്ടിലെത്തി വീണ്ടും ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ഒരുപാട് സപ്പോർട്ടും സഹായവും വേണം. ഇതെല്ലാം നമുക്ക് നമ്മുടെ രാജ്യത്തിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എംബസിക്ക് വിവരങ്ങൾ അറിയിക്കാം, ആൾക്കാരെ പറഞ്ഞു വിടുന്നതിന് ഫെസിലിറ്റേറ്റ് ചെയ്യാം. അവിടുത്തെ ഗവൺമെൻറ്റുമായി ലയസനും അവരുടെ ഗവൺമെൻറ് സഹായം വേണമെങ്കിൽ അത് നേടിയെടുക്കാം. പക്ഷെ പ്രധാന ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്താണ്. റൂം ഫോർ ദ റിവർ എന്ന പദ്ധതി റിവർ ഇൻ ദ റൂമായി മാറി എന്ന് എല്ലാം പരിഹസിച്ചിട്ട് ഒരുപാട് മീംസും വീഡിയോസും ഒക്കെ വന്നത് ഞാനും കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ലോക സാഹചര്യങ്ങൾ എടുത്തു നോക്കിയാൽ എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവൻറ്റ്സ് ലോകമെമ്പാടും സംഭവിക്കുകയാണ്. ഇത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. മറ്റ് യൂറോപ്യൻസ് തന്നെ നമുക്ക് ഡച്ചിൽ നിന്നും പഠിക്കണം. എന്താണ് ഡച്ചിൽ നിന്നും പഠിക്കുക എന്നുള്ളത്? ഫ്ലഡ്സ് ഇല്ലാതാക്കലല്ല, ഫ്ലഡ്സ് ഉണ്ടായാൽ അതിൻ്റെ ആ ഡാമേജ് എങ്ങനെ മിനിമൈസ് ചെയ്യാൻ സാധിക്കും, ഒരു ലൈഫ് പോലും നഷ്ടപ്പെടാതെ നമുക്ക് ആ ഫ്ലഡ്സിനെ മാനേജ് ചെയ്യാൻ സാധിക്കുമോ?